ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ വരാൻ പോകുന്ന ചില വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. ആലോകിന്റെ കൊലപാതക കുറ്റം സ്വയം ഏറ്റെടുക്കാൻ തയ്യാറായി നമ്മുടെ ബാലൻ നിൽക്കുകയാണ് കേട്ടോ. പക്ഷെ ഗോമതിക്കും അനുശ്രയിക്കും അതൊട്ടും സ്വീകാര്യമല്ല. ഗോമതിയാണെങ്കിൽ എന്ത് ചെയ്യണം, വേറെ എന്തോ ഒരു വഴി എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. വേറെ വഴികളെല്ലാം അടഞ്ഞു. അനുവിന് മേൽ അല്ലെങ്കിൽ ഒരു ചീത്തപ്പേര് സംഭവിക്കുമെന്ന് ഗോമതിക്കും ബോധ്യപ്പെടുകയാണ്. കാരണം അന്വേഷണം തങ്ങളിലേക്ക് എല്ലാവരിലേക്കും എത്തിക്കഴിഞ്ഞാൽ അലോക് എന്തിന് അനുവിന്റെ മുറിയിൽ കയറി എന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ അവളുടെ സ്വഭാവത്തെ തന്നെ അത് എല്ലാവരും തെറ്റായി ധരിക്കും. അതുമാത്രമല്ല, പിന്നെ ഒരു കല്യാണാലോചന വരെയും അവൾക്ക് വരത്തില്ല എന്ന ബോധ്യം ഗോമതിക്കും ബാലനും നന്നായിട്ടുണ്ട്. എന്ത് ചെയ്യണമെന്നറിയാതെ തലയ്ക്ക് കൈയും കടുത്തങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് ആര്യനും ആകാശം കൂടി വീട്ടിലേക്ക് വരുന്നത്. ഇതെന്ത് പറ്റി, അച്ഛൻ എന്ത് ഇന്ന് കടയിൽ നിന്ന് നേരത്തെ വന്നോ എന്ന് ആര്യൻ ചോദിക്കും കേട്ടോ. അപ്പൊ ബാലന്റെ കലങ്ങിയ കണ്ണുകളൊക്കെ കാണുമ്പം ആര്യന് സംശയം തോന്നും. എന്തു പറ്റി അച്ഛൻ എന്താ കരയുവാണോ? അപ്പൊ ഗോമതിയെയും അനുശ്രയും ഒക്കെ ആര്യനും ആകാശം ശ്രദ്ധിക്കും. എല്ലാവരുടെയും മുഖഭാവവും എല്ലാം കാണുമ്പോൾ എന്തോ സംഭവിച്ചു എന്ന് അവർക്ക് ബോധ്യപ്പെടുക. അല്ല, മീനു ഇന്ന് ലീവല്ലേ എന്ന് ആകാശപ്പ് ചോദിക്കും. അപ്പൊ ഗോമതി പറയും, മീനു ആശുപത്രിയിലോ? അവക്കെന്തു പറ്റി? ദേവിമോളെ കൊണ്ട് അവൾ ആശുപത്രി പോയതാ എന്ന് പറയും. അമ്മേ, എന്താ ഇവിടെ സംഭവിച്ചത്? നിങ്ങൾക്കൊക്കെ എന്താ പറ്റിയത് എന്ന് ചോദിക്കാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ സുകന്യ പെട്ടെന്ന് ആകാശിനെ അറിയിക്കുക. കാര്യങ്ങൾ കേട്ടറിഞ്ഞ് ആര്യനും ആകാശം ഞെട്ടിത്തരിച്ച് നിൽക്കുക. എന്തൊക്കെയാ പറയുന്നേ? അലോക് മരിച്ചെന്നോ? അലോക് എങ്ങനെ അനുവിന്റെ റൂമിൽ വന്നു? മീനുവിന്റെ കൈകൊണ്ടാണോ അലോക് മരണപ്പെട്ടത് എന്നും പറഞ്ഞ് കൈയും താങ്ങിയിരിക്കുകയാണ്. അത് കാണുമ്പം ഗോമതി പറയും, ഇല്ല, അവൾ മനഃപൂർവ്വം ചെയ്തതല്ല മോനെ. എന്നെ അലോക് കൊല്ലാൻ നോക്കിയപ്പം എന്നെ രക്ഷിക്കാൻ വേണ്ടിയാ എൻ്റെ കുഞ്ഞ് അങ്ങനെ ചെയ്തത് എന്ന് പറയാണ്. അതിപ്പം ബാലൻ പറയും, ഒരിക്കലും മീനുവിന്റെ പേര് പുറത്തു വരാൻ പാടില്ല. ഈ കുറ്റം ഞാൻ ഏറ്റെടുത്തോളാം. എൻ്റെ പേരിൽ വരുമ്പം അത് അവിടെ കൊണ്ട് അവസാനിക്കും. ഈ കുടുംബം തകരാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയാം. അച്ഛൻ എന്തൊക്കെയാ ഈ പറയുന്നേ? ആദ്യം അവൻ മരണപ്പെട്ടോ എന്ന് നമുക്ക് ഉറപ്പാക്കാം. അപ്പൊ സുകന്യ പറയും, ഞാൻ നോക്കിയതാ, അവന് ശ്വാസമില്ല ആര്യ എന്ന് പറയാണ്. നമുക്കൊന്ന് നോക്കാം. ഒരാപത്ത് സംഭവിച്ചു കാണില്ല. ചിലപ്പം തലയ്ക്ക് അടി കിട്ടിയ ഷോക്കിൽ അവൻ കിടക്കുന്നതായിരിക്കും, ബോധം പോയതായിരിക്കും, അല്ലാതെ മരിച്ചിട്ടൊന്നും ഉണ്ടാവില്ല. അതെ, അവൻ മരിച്ചു കാണത്തില്ല എന്ന് ആകാശം പറയാണ് കേട്ടോ. എന്നിട്ട് ആര്യനും ആകാശം കൂടി റൂമിലേക്ക് കയറി ചെല്ലുമ്പം അലോക് അവിടെ കിടക്കുന്ന കാണാം. അപ്പൊ ആര്യൻ അടുത്ത് ചെന്ന് അലോകിന് ജീവനുണ്ടോ എന്ന് നോക്കുകയാണ്. ഇല്ല, ഇവൻ മരിച്ചിട്ടില്ല, ഇവന്റെ ബോഡിക്കൊക്കെ ഇപ്പോഴും ചൂടുണ്ട് എന്ന് ആര്യം പറയാം. അത് കേൾക്കുമ്പം ആകാശിന് സമാധാനമാവുക. എങ്കിൽ എത്രയും പെട്ടെന്ന് ഇവനെ നമുക്ക് ഹോസ്പിറ്റലിൽ എത്തിക്കാം എന്ന് പറയാണേ. അപ്പൊ ബാലനും ഗോമതി അങ്ങോട്ട് വരികയാണ്. ഞങ്ങൾ നോക്കിയതായിരുന്നല്ലോ, ഇവന് ശ്വാസമില്ലല്ലോ മോനെ. ശരീരത്തിന് ചൂടുണ്ട്, അതിനർത്ഥം ഇവൻ മരിച്ചിട്ടില്ലെന്നാ. നമുക്ക് വേഗം തന്നെ ഇവനെ ആശുപത്രിയിൽ എത്തിക്കാം എന്ന് പറയാം. അത് കേൾക്കുമ്പോഴത്തേക്കും സുകന്യ വന്ന് പറയും, അല്ല, ആശുപത്രിയിൽ എത്തിച്ചാൽ അത് കൃഷ്ണമംഗലത്തുകാരറിയില്ലേ, അത് കേസാവില്ലേ എന്ന് ചോദിക്കാൻ. ഇപ്പൊ ഇവന്റെ ജീവൻ എങ്ങനെയല്ലേ രക്ഷിക്കുക എന്നുള്ളതാ പ്രധാനം. അതിനുശേഷം ബാക്കി നോക്കാം. ഈ വീട്ടിൽ അതിക്രമിച്ച് കയറിയത് അവനാ, അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയാം എന്ന് പറയാൻ കേട്ടോ. അപ്പം ആകാശും ആര്യനും കൂടി ആശുപത്രിയിലേക്ക് അലോകിനെയായിട്ട് പോകാനായിട്ട് തുടങ്ങുക. അപ്പം അലോകിന് ജീവനുണ്ടെന്ന് കേൾക്കുന്ന നമ്മുടെ ഗോമതിക്കും ബാലനും ശ്വാസം നേരെ വീഴുക. എന്നിട്ട് ഗോമതി പ്രാർത്ഥിക്കുക, ഈശ്വര, ഞങ്ങളുടെ കൈവിടല്ലേ, അവനൊരാപത്ത് സംഭവിക്കില്ല, അവന്റെ ജീവൻ ഒരു ആപത്ത് സംഭവിക്കാതെ തിരിച്ചു കിട്ടണേ എന്ന് പറയാ. ഞങ്ങളുടെ കുടുംബം തകരല്ലേ, കണ്ടില്ലേ ബാലേട്ട, അവൻ മരിച്ചിട്ടില്ല ബാലേട്ട, നമുക്കൊന്നും സംഭവിക്കില്ല. ഇനി ദേവിമോൾക്കും കൂടി ഒരാപത്ത് സംഭവിക്കാതിരുന്നു കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു എന്നും പറഞ്ഞ് ഗോമതി കരയാണ് കേട്ടോ. അപ്പൊ അലോക് ജീവനോടെ ഉണ്ട് എന്ന തിരിച്ചറിവുണ്ടാകുമ്പം അനുശ്രയിക്കും സമാധാനം വരികയാണ്. അപ്പം പെട്ടെന്ന് ബാലൻ പറയും, നിങ്ങൾ രണ്ടും ഇവിടെ നിൽക്കുക. അനുവിനോടും നമ്മുടെ സുകന്യോടും പറയാണ്, അല്ല ബാലേട്ട, ഞങ്ങളും കൂടി ആശുപത്രിയിൽ വന്ന അത് വേണ്ട, തൽക്കാലം നിങ്ങൾ രണ്ടുപേരും ഇവിടെ നിന്നാൽ മതി. ഞങ്ങൾ തിരിച്ചു വരാതെ നിങ്ങൾ വാതിൽ പോലും തുറക്കരുത്, ആര് വന്നാലും എന്ന് പറയാണ് കേട്ടോ. അത് കേൾക്കുമ്പം സുകന്യ സമ്മതിക്കുകയാണ്. അപ്പം ഗോമതി ചോദിക്കും, ബാലേട്ട, ഇവർ അലോകിനെയും കൊണ്ട് ആശുപത്രിയിലേക്ക് പോവല്ലേ, നമുക്കും കൂടെ പോയാലോ? ദേവിമോളുടെ അവസ്ഥ എന്താണെന്ന് അറിയില്ല, മീനു വിളിച്ചിട്ടോ ഡോക്ടർ ഇതുവരെ ഇറങ്ങിയില്ലെന്നാ പറഞ്ഞതെന്ന് പറയാം. അത് കേൾക്കുമ്പോൾ ബാലൻ പറയും, നമ്മളും അങ്ങോട്ട് തന്നെ പോകാൻ പോകുന്ന ഗോമതി എന്നും പറഞ്ഞ് അവരെല്ലാവരും കൂടി ആശുപത്രിയിലേക്ക് പോവാണ് കേട്ടോ. ആശുപത്രിയിൽ എത്തിയ ഉടനെ അലോകിനെ ഐസുവിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. അപ്പം അലോകിൻ്റെ ഷിഫ്റ്റ് ചെയ്ത ഐസുവിന് മുന്നിലായിട്ട് നമ്മുടെ ആര്യനും ആകാശം നിൽക്കുകയാണ്. അപ്പം കാര്യങ്ങളൊക്കെ അറിഞ്ഞ് അങ്ങോട്ട് ധർമ്മനും എത്തുകയാണ് കേട്ടോ. അപ്പോൾ ധർമ്മൻ ഈ കാര്യങ്ങളൊക്കെ വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. ഇതേ സമയം ഗോമതിയും നമ്മുടെ ബാലനും നേരെ മീനുവിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നത്. അപ്പോൾ ഗോമതിനെ ബാലനെയും കാണുമ്പോൾ തന്നെ മീനുവിനും അതുപോലെ നമ്മുടെ ആനന്ദിനും സമാധാനം തോന്നുവാണ്. അപ്പോൾ ആനന്ദ് അച്ഛനെ അമ്മയും കാണുമ്പം ഓടി ചെല്ലുക, അച്ഛ, അമ്മേ, എൻ്റെ ദേവി ആശുപത്രിയിലാണെന്ന്, എൻ്റെ കുഞ്ഞിന് എന്ത് സംഭവിച്ചു എന്ന് അറിയില്ല, മോനെ നീ ഇങ്ങനെ തകരാതെ, ഒന്നും സംഭവിക്കില്ല അവൾക്ക്. അപ്പോൾ മീനോട് ചോദിക്കും, മോളെ ഡോക്ടർ എന്താ പറഞ്ഞത്? ഏടത്തെ പരിശോധിക്കുക, ഏടത്തെ ഐസിയുല അച്ഛ, ഡോക്ടർ ഇതുവരെ ഒന്നും പറഞ്ഞില്ല എന്ന് പറയാണ് കേട്ടോ.
അപ്പോൾ ഡോക്ടർ അവിടേക്ക് വരികയാണ്. അപ്പോൾ ഡോക്ടറോട് കാര്യങ്ങളൊക്കെ ചോദിക്കുക. ദേവിയുടെ എങ്ങനെയുണ്ട് എന്ന് മീനു പെട്ടെന്ന് ചോദിക്കുക. ദേവിക്ക് കുഴപ്പമില്ല, ബോധം വന്നിട്ടുണ്ടെന്ന് പറയുന്ന കേൾക്കുന്ന ഗോമതിക്ക് മീനുവിന് സമാധാനം ആവുകയാണേ. നീ എന്നെ കാത്തു, എൻ്റെ ദേവിമോക്ക് ഒരാപത്തും ഇല്ലല്ലോ. അപ്പോൾ ആനന്ദ് അങ്ങോട്ട് വരിക. ദേവിക്ക് കണ്ണ് തുറന്നു, ദേവിക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ. ഇല്ല, ദേവിക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പം ഞങ്ങളുടെ കുഞ്ഞിനും കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ ഡോക്ടറെ എന്ന് ആനന്ദ് ഡോക്ടറോട് ചോദിക്കുകയാണ് കേട്ടോ. ഇത് കേൾക്കുന്ന ഡോക്ടർ പറയും, അത് എന്താ നിങ്ങൾ മറയ്ക്കുന്നേ, എന്തുണ്ടെങ്കിലും പറ, എൻ്റെ കുഞ്ഞിന് കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ, അവൻ സേഫായിട്ടിരിക്കുമല്ലേ എന്ന് ആനന്ദ് ചോദിക്കാം. അത് കേൾക്കുമ്പോൾ ഡോക്ടർ പറയും, സോറി, ദേവിക്ക് ഒരു കുഴപ്പമില്ല, പക്ഷേ കുഞ്ഞിനെ രക്ഷിക്കാൻ ഞങ്ങൾക്കായില്ല എന്ന് പറയാണ്. ഇവിടേക്ക് കൊണ്ടുവരുമ്പം തന്നെ ഹെവി ബ്ലീഡിംഗ് ആയിരുന്നു, കുഞ്ഞിന് അബോർഷൻ സംഭവിച്ചു എന്ന് പറയാണ്. അത് കേൾക്കുന്ന ആനന്ദാകെ തകർന്ന് നിൽക്കുക. ആനന്ദ് മാത്രമല്ല, മീനു, ഗോമതി, ബാലനും എല്ലാവരും നെഞ്ച് തകർന്ന് നിൽക്കുകയാണ് കേട്ടോ. ഡോക്ടർ എന്താ പറയുന്നത്? ഏയ്, അങ്ങനെ സംഭവിക്കില്ല, എൻ്റെ കുഞ്ഞിന് ഒന്നും സംഭവിച്ച് കാണില്ല, ഡോക്ടർക്ക് തെറ്റു പറ്റിയതാ എന്നൊക്കെ പറഞ്ഞ് ആനന്ദ് അവിടെ കിടന്ന് ബഹളം വെക്കുക. ഇത് കാണുമ്പോഴത്തേക്കും ഡോക്ടർ പറയും, നിങ്ങളുടെ മാനസികാവസ്ഥ ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്, പക്ഷേ കുഞ്ഞിനെ നഷ്ടപ്പെട്ടു, ദേവിക്ക് കുഴപ്പമൊന്നുമില്ല. ഇപ്പം ആ കുട്ടിയുടെ അവസ്ഥയും വല്ലാത്തൊരു മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുന്നത്. സത്യങ്ങൾ അറിഞ്ഞാൽ ആ കുട്ടിക്ക് അതൊരു വലിയ ഷോക്കായിരിക്കും. ആ കുട്ടിയുടെ കാര്യങ്ങൾ ഞങ്ങൾ ഇതുവരെ പറഞ്ഞിട്ടില്ല എന്ന് പറയുകയാണെ. നിങ്ങൾ വേണം സാവകാശത്തിൽ ദേവിയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ എന്ന് പറയാം. ഇത് കേൾക്കുമ്പോൾ മീനുവും ഗോമതിയും പരസ്പരം നോക്കി കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഡോക്ടർ അവിടെ നിന്ന് അങ്ങോട്ട് പോവുകയാണെ. ആനന്ദ് അപ്പം താൻ മേടിച്ചുകൊണ്ട് വന്ന കുഞ്ഞുടുപ്പുകൾ നെഞ്ചോട് പിടിച്ച് കരയാണ്. അയ്യോ എൻ്റെ കുഞ്ഞ്, ഏയ് ഒന്നും സംഭവിച്ചിട്ടില്ല അല്ലേ അച്ഛാ, ഡോക്ടർ വെറുതെ പറഞ്ഞതല്ലേ എന്ന് ബാലനോട് ചോദിക്കുക. അപ്പം ബാലനാണെങ്കിൽ ആനന്ദിനെ കെട്ടിപ്പിടിക്കും. മോനെ, നീ ഇങ്ങനെ തകർന്നു പോകല്ലേടാ, നമുക്ക് ആ കുഞ്ഞ് വിധിച്ചിട്ടില്ലെന്ന് കരുതാം എന്ന് പറയാ. ഏയ് ഇല്ല അച്ഛാ, ഞാൻ എൻ്റെ കുഞ്ഞിന് വേണ്ടിയല്ലേ അച്ഛാ ജീവിക്കുന്നത്. ഇതേ നോക്ക്, ഈ ഉടുപ്പുകൾ ഞാൻ അവന് വേണ്ടി മേടിച്ചോണ്ട് വന്നതാ, എൻ്റെ കുഞ്ഞിന് ഈ ഉടുപ്പുകളൊക്കെ നന്നായിട്ട് ചേരില്ലേ അച്ഛാ, ഇത് നോക്കിക്കേ അച്ഛാ എന്നും പറഞ്ഞ് ഒരു ഭ്രാന്തനെ പോലെ ആനന്ദ് പെരുമാറുകയാണ് കേട്ടോ. ഇത് കാണുമ്പം എല്ലാവർക്കും ഒരുപാട് സങ്കടം തോന്നുക. അപ്പോൾ മോനെ ആനന്ദ്, നീ എന്താടാ ഈ കാണിക്കുന്നേ എന്ന് ബാലൻ ചോദിക്കുക. ഗോമതി അടുത്തേക്ക് ചെല്ലുക. മോനെ കരയല്ലേടാ, നീ വേണ്ടേ ദേവിമോളെ ആശ്വസിപ്പിക്കാൻ, നമ്മുടെ കുടുംബത്തിൽ ഒരു ദുരന്തം ഉണ്ടായി, അതിൽ നിന്ന് നമ്മൾ കരകയറാനല്ലേ വേണ്ടത്, അല്ലാതെ ഇങ്ങനെ കരയുവാണോ വേണ്ടേ എന്ന് ചോദിക്കുക. അമ്മ കേട്ടില്ലേ അമ്മേ, എൻ്റെ കുഞ്ഞു പോയെന്ന്, ഞാൻ അവന് വേണ്ടിയല്ലേ അമ്മേ ജീവിക്കുന്നത് തന്നെ, ഞാൻ സ്വപ്നം കണ്ടത് മുഴുവൻ അവനായിട്ടല്ലേ, എന്നിട്ടിപ്പം അവനില്ലെന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെ അമ്മയെ അത് വിശ്വസിക്കുക എന്നും പറഞ്ഞ് ആനന്ദാണെങ്കിൽ വല്ലാതെ ബഹളം വെക്കാണ് കേട്ടോ. അപ്പം ആശുപത്രിയിൽ അവിടെ ഉണ്ടായിരുന്ന സാധനങ്ങളൊക്കെ കൈവച്ച് തട്ടി തകർത്ത് വല്ലാത്തൊരു ഭാവത്തിൽ പെരുമാറുന്ന ആനന്ദിനെ കാണുമ്പം എന്ത് ചെയ്യണമെന്നറിയാതെ ബാലൻ അവനെ പിടിച്ചു മാറ്റാനായിട്ട് നോക്കുക. അവനെ പിടിച്ചു നിർത്താൻ പോലും സാധിക്കുന്നില്ല. അപ്പോൾ അവിടെയുള്ള അറ്റൻഡർമാരൊക്കെ വന്ന് നമ്മുടെ ആനന്ദിനെ പിടിച്ചു മാറ്റുവാണ്. ആനന്ദാണ് വല്ലാതെ കരയുക. അത് കാണുമ്പോൾ ബാലൻ വേഗം കെട്ടിപ്പിടിക്കും പിന്നിൽ നിന്ന്. മോനെ നീ കരയില്ലേ, അച്ഛനില്ലേടാ, ഒരാപത്ത് സംഭവിക്കാതെ നമുക്ക് ദേവിമോളെ കിട്ടിയില്ലേ, കുഞ്ഞ് നമുക്ക് വിധിച്ചിട്ടില്ലെന്ന് കരുതും മോനെ, നീ ഇങ്ങനെ തകർന്നു പോയാ ദേവിമോളെ പിന്നെ ആരെ ആശ്വസിപ്പിക്കുക, കുഞ്ഞ് നഷ്ടപ്പെട്ട ഒരമ്മയുടെ അവസ്ഥ അത് വല്ലാത്ത അവസ്ഥയാണ് മോനെ, അവക്ക് നീയല്ലേ ഉള്ളൂ എന്നും പറഞ്ഞ് ബാലൻ ഒരു വിധത്തിൽ ആനന്ദിനെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുകയാണ് കേട്ടോ. അപ്പം ആനന്ദിൻ്റെ ഈ തകർന്നുള്ള അവസ്ഥ കാണുമ്പോൾ ഗോമതിയും മീനുവും അവിടെ മാറി നിന്ന് കരയുക. അപ്പോൾ ഗോമതി മീനുവിനെ കെട്ടിപ്പിടിച്ചാണ് കേട്ടോ കരയുന്നത്. എൻ്റെ ഈശ്വര, എന്തൊക്കെയാണ് ഇവിടെ സംഭവിച്ചത്, നമ്മുടെ കുഞ്ഞു പോയി നീ കേട്ടില്ലേ മീനു, അമ്മ ഇങ്ങനെ സങ്കടപ്പെടല്ലേ അമ്മേ, നമ്മൾ അത് ഉൾക്കൊണ്ടല്ലേ പറ്റൂ, ദേവിയെടുത്തെങ്കിലും ആപത്തൊന്നും ഇല്ലാതെ നമുക്ക് കിട്ടിയില്ലേ അമ്മേ, അത് തന്നെ വലിയ കാര്യമല്ലേ, നമ്മുടെ കുഞ്ഞ് അവന് അത്ര ആയുസേ ഉണ്ടായിരുന്നുള്ളെന്ന് കരുതാം അമ്മേ എന്ന് പറയാണ് കേട്ടോ. അത് കാണുമ്പോഴത്തേക്കും ഗോമതി പറയും, ഏയ് ഇതെല്ലാം അവൻ ഒറ്റ ഒരുത്തം കാരണോ, അവൻ എന്തിനാ നമ്മുടെ കുടുംബത്തേക്ക് കയറി വന്നത് എന്ന് പറയാം. അനുമോള് പറഞ്ഞിട്ടാ അവനങ്ങനെ ചെയ്തത്, എനിക്കറിയാം എന്നൊക്കെ പറയാം. ഏയ് ഇപ്പം ആരും പഴിക്കേണ്ട സമയമല്ല അമ്മേ, ദേവിയെടുത്ത് ഇപ്പം ആകെ തകർന്ന് തരിപ്പണമായിട്ടായിരിക്കും നിൽക്കുന്ന ഈ കാര്യം അറിയുമ്പോൾ ദേവിയെടുത്തിയെ പഴയപടി ആക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. ഏതൊരു മാനസികാവസ്ഥയിലൂടെ ആവും ദേവിയെടുത്തി പോവുക എന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. അമ്മ കൂടി ഇങ്ങനെ കരഞ്ഞിരിക്കരുത്, ദേവിയെടുത്തിന് മുന്നിൽ പോയി കരയുകയും ചെയ്യരുത്. അതേസമയം അലോകിനെ പറ്റിയുള്ള വിവരങ്ങൾ അറിയാതെ ആകെ ടെൻഷൻ അടിച്ച് ആര്യനും ആകാശും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. അപ്പം ധർമ്മനും ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുകയാണ്. അപ്പം ധർമ്മൻ്റെ അടുത്ത് പോയി അവരിയ്ക്കും. എന്തൊക്കെയാ മാമ നമ്മുടെ കുടുംബത്തിൽ സംഭവിക്കുന്നത്, ഒരു ദിവസം കൊണ്ട് എന്തൊക്കെയാ അവിടെ അരങ്ങേറിയത്, അനുമോള് അവനുമായിട്ട് ബന്ധത്തിലായിരുന്നോ, അവർ തമ്മിലൊരു റിലേഷൻ ആയിരുന്നോ എന്നൊക്കെ ആര്യൻ ഇങ്ങനെ പറയാം. അപ്പം ധർമ്മം പറയും, ഏയ് അനുമോള് അങ്ങനെ മനഃപൂർവ്വം ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല, ചിലപ്പം അവൻ ഇങ്ങോട്ട് വലിഞ്ഞു കയറി വന്നതായിരിക്കും. ഇനി സുകന്യ
സുഗനെ സഹായിച്ച് കാണുമോ വീട്ടിലേക്ക് കയറാൻ അവനെ എന്നൊക്കെ പറഞ്ഞ് ധർമ്മൻ താടിക്ക് കൈയും കൊടുത്തിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പം ആകാശ് പറയും, ആവശ്യമില്ലാത്തതൊന്നും മാമൻ ചിന്തിക്കണ്ട, എന്താ സംഭവിച്ചതെന്ന് നമുക്കറിയില്ല. ഇപ്പം അവൻ ഒരു ആപത്തും ഇല്ലാതെ വരേണ്ടത് നമ്മുടെ ആവശ്യമാണ്, ഇല്ലെങ്കിൽ നമ്മുടെ കുടുംബം തകരും മാമ എന്ന് പറയാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ ധർമ്മനാണെങ്കിൽ ശരിയാണെന്ന് പറയാം. ഈശ്വര, അവൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തിയാൽ മതിയായിരുന്നു. ദേവിയുടെ കുഞ്ഞിന് എന്തായി കാണുമോ, അവിടേക്ക് ഒന്ന് പോയാലോ എന്ന് പറയുമ്പം ഇവന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം അറിയാതെ നമ്മളിപ്പോൾ ഇവിടുന്ന് മാറണ്ട എന്ന് പറയാണ് കേട്ടോ. തൽക്കാലം കൃഷ്ണമംഗലത്തുകാർ ഒന്നും അറിയിക്കേണ്ട, അവന്റെ കാര്യം അറിഞ്ഞിട്ട് വേണം നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ അറിയിക്കാൻ എന്നൊക്കെ പറയാണ് കേട്ടോ. പെട്ടെന്ന് ഡോക്ടർ ഇറങ്ങി വരികയാണ്. അലോകിന് വേറെ കുഴപ്പമൊന്നുമില്ല, ബോധം പോയതാണെന്ന് പറയുക. അത് കേൾക്കുമ്പോഴാണ് ആര്യനും ആകാശിനും സമാധാനമാകുന്ന തന്നെ. അപ്പം ധർമ്മനെ അവിടെ നിർത്തിയിട്ട് അവർ പറയും, ഞങ്ങൾ എന്നാൽ ദേവിയടത്തിൻ്റെ അടുത്ത് വരെ ഒന്ന് പോയിട്ട് വരാം, അവിടെ കാര്യങ്ങളൊക്കെ എന്തായെന്ന് അറിയണമല്ലോ. അതുമാത്രമല്ല അച്ഛനോടും അമ്മയോടും ഈ കാര്യം ഒന്ന് പറയട്ടെ, അലോകിനും വേറെ കുഴപ്പമൊന്നുമില്ലെന്ന് അവരും ആകെ സങ്കടപ്പെട്ടിരിക്കുമായിരിക്കും എന്ന് പറയാണ് കേട്ടോ. ഇത് കേൾക്കുമ്പം ധർമ്മം പറയും, നിങ്ങൾ പോയിട്ട്. അങ്ങനെ ആര്യനും ആകാശം കൂടി ദേവി കിടക്കുന്ന ഫ്ലോറിലേക്ക് ചെല്ലുകയാണ് കേട്ടോ. അവിടെ ആനന്ദിന്റെ അവസ്ഥ കണ്ട അവർ ആകെ ഞെട്ടിത്തെറിച്ച് നിൽക്കുക. അയ്യോ ഏട്ടനിത് എന്ത് പറ്റി, എന്തോ സംഭവിച്ചു എന്ന്. അപ്പം ആര്യം പറയാം, കുഞ്ഞിന് എന്തോ പറ്റി ആകാശേട്ടാ, അതുകൊണ്ടാ ആനന്ദേട്ടൻ ഇതുപോലെ തകർന്നു നിൽക്കുന്നത്, ബാ നമുക്ക് അങ്ങോട്ട് ചെല്ലാം എന്നും പറഞ്ഞ് അവരും കൂടി പിടിച്ചു മാറ്റാനായിട്ട് നോക്കുവാണ് കേട്ടോ ആനന്ദിനെ. ആനന്ദ് അവരെ കാണുമ്പം അവരെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയാണ്. ഏട്ടൻ ഇങ്ങനെ തകരല്ലേ എന്നും പറഞ്ഞ് ഒരു വിധത്തിൽ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുക. അതേസമയം ഗോമതി മീനും കൂടി റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്ത ദേവിയെ കാണാനായിട്ട് ചെല്ലുകയാണ് കേട്ടോ. അപ്പോൾ ദേവി കാര്യങ്ങളൊക്കെ നേഴ്സുമാർ തന്നെ പറഞ്ഞിരുന്നു. അത് കേട്ട് ആകെ തകർന്ന് വല്ലാത്തൊരവസ്ഥയിലാണ് ദേവി കടന്നു പോകുന്നത്. അപ്പം ഗോമതി കാണുമ്പം അമ്മേ, എൻ്റെ കുഞ്ഞമ്മേ എന്ന് പറഞ്ഞ് ദേവി കരയാണ്. അപ്പം മീനു പറയും, ഏയ് ഇടത്ത് ഇങ്ങനെ കരയല്ലേ എന്ന് പറയാം. മീനു, ഞാൻ എങ്ങനെ കരയാതിരിക്കുക, ഞങ്ങളുടെ കുഞ്ഞ് അവനെ നഷ്ടപ്പെട്ടില്ലേ, എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്നും പറഞ്ഞ് ഒരു ഭ്രാന്തിയെ പോലെ ദേവി പെരുമാറുകയാണ്. കുഞ്ഞുണ്ടമ്മേ, ഇവരൊക്കെ കള്ളം പറയുന്നതാ, എൻ്റെ വയറ്റിലുണ്ട്, ഇവർക്കൊക്കെ നുണ പറയുന്നതാ, അവൻ എന്നെ വിട്ടിട്ട് എവിടെയും പോകാൻ പറ്റില്ല എന്നൊക്കെ വിഭ്രാന്തി ബാധിച്ചവരെ പോലെ ദേവി സംസാരിക്കുമ്പോൾ മീനു പറയും, എടുത്തി എന്തൊക്കെയായി പറയുന്നത്, നമ്മുടെ കുഞ്ഞ് അവനങ്ങ് പോയി എടുത്തി, അതേടത്തി ഉൾക്കൊള്ളു, അല്ലാതെ ഇനിയും ഇങ്ങനെ പറയല്ലേ എന്ന് പറയുമ്പം ഇല്ല മീനു, ഇല്ല, എല്ലാവരും എന്നെ പറ്റിക്കാൻ പറയുന്ന, അവൻ എന്നെ ഇട്ടിട്ട് എങ്ങും പോകാൻ പറ്റില്ല, എൻ്റെ കുഞ്ഞ് എൻ്റെ വയറ്റിലുണ്ടെന്നേ എന്നും പറഞ്ഞ് ദേവി വല്ലാതെ സംസാരിക്കുകയാണ് കേട്ടോ. അന്നേരം എല്ലാവരും കൂടി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ ദേവി പെട്ടെന്ന് തല കറങ്ങി വീഴാണ്. എന്നിട്ട് കണ്ണൊക്കെ മറിഞ്ഞു വരിക. ഇതൊക്കെ കാണുന്ന ഗോമതി വായും പൊത്തിപ്പിടിച്ചിരുന്ന് കരയുക. മോളെ ദേവി, എന്തായി കാണിക്കുന്നേ മോളെ എന്ന് പറയാണ് കേട്ടോ. അപ്പൊ ദേവി വല്ലാതെ വയലന്റ് ആവുകയാണ് കേട്ടോ. വല്ലാതെ വയലൻ്റ് ആവുന്ന ദേവിയെ കാണുമ്പോൾ ഡോക്ടറാണെങ്കിൽ അവൾക്ക് പെട്ടെന്ന് ഇഞ്ചക്ഷൻ കൊടുത്ത് മയക്കുകയാണ്. അല്ലാതെ ദേവി ഒരു വിധത്തിൽ സമാധാനപ്പെടുന്നില്ല. ഇതെല്ലാം കാണുന്ന ഗോമതി മീനുവിനെ കെട്ടിപ്പിടിച്ച് കരയുക. എന്തൊക്കെയാ മോളെ നമ്മുടെ കുടുംബത്തിൽ ഈ സംഭവിക്കുന്നത്, ദേവി മോളെയും ആനന്ദിനെയും എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും, സത്യാവസ്ഥ അവരെ എങ്ങനെ ബോധ്യപ്പെടുത്തും എന്നും പറഞ്ഞ് അവർ കരയാണ് കേട്ടോ. അപ്പം മീനു പറയും, അമ്മേ നമ്മളിങ്ങനെ തകരാൻ പാടില്ലമ്മേ, അമ്മ കൂടി ഇവരുടെ മുന്നിൽ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നിന്നാൽ ഒരിക്കലും നമ്മുടെ കുടുംബം പഴയപടി ആവില്ല, അമ്മ സ്ട്രോങ് ആയിട്ട് നിൽക്കണം, നമ്മളെല്ലാം അവരും കൂടി സമാധാനിപ്പിച്ച് ദേവിയടുത്തിയുടെയും ആനന്ദേട്ടൻ്റെ മനസ്സിലുണ്ടായ മുറിവുകളെല്ലാം മാറ്റിയെടുക്കണം, അവർ പഴയ ദേവിയടുത്തി ആനന്ദേട്ടനായിട്ട് മാറ്റണം. അമ്മയ്ക്ക് പറയുന്ന മനസ്സിലാകുന്നുണ്ടോ, ഇതും കടന്നു പോകും അമ്മേ, ഈ അവസ്ഥകൾ മാറി നമ്മുടെ കുടുംബം പഴയപടി ശാന്തമാകും എന്ന് സമാധാനിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് വരാനിരിക്കുന്ന എപ്പിസോഡിൻ്റെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് വഴി